വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് എ ഡേ ഇൻ മൈ ട്യൂഷൻ. അതെ, പ്രോബ്രെയിൻസ് നമ്മളുടെ ഒരു ദിവസം. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ട്യൂഷൻ സെൻ്ററിലേക്ക് എത്തി ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഇനി ക്ലാസ് കഴിഞ്ഞിട്ട് ഫോണ് ഇപ്പം നമ്മൾ ഫോണ് അവിടെ സബ്മിറ്റ് ചെയ്യും. ഇതാണ് ഫിദ, ഇതും ഫിദ ആണ്, ബട്ട് ഇത് ഫിദയുടെ ഫിദയാണ്. ഫിദിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തല്ലേ? ഇത് ഞാൻ നല്ല കമ്പനിയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ നല്ല കമ്പനിയാണ്. ഇതാണ് സഫി ഞാൻ ഈ പ്രാവശ്യമാണ് പരിചയപ്പെട്ടത്, പക്ഷെ ഞങ്ങൾ നല്ല കമ്പനിയായി. ഇത് അതില്ല, കുറെ കാലമായിട്ട് പരിചയമുണ്ട്. ഇതാണ് ഷാമില. ഞങ്ങൾ പ്രോബ്രെയിൻസ് ട്യൂഷൻ സെന്ററിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇത് അമ്മയും കുട്ടിയാട്ടോ. നമ്മളിപ്പോ താഴേക്ക് പോവാണ്. ഇവിടെ ഒരു ഗാർഡൻ ഒക്കെ ഉണ്ട്. ഭാരതപ്പുഴയാണ് നമ്മളെ മുന്നിൽ കാണുന്നത്. ഞാൻ വിശദീകരിച്ച് കാണിച്ചു തരാം. ഇവിടെ കുറെ വവ്വാലുണ്ട്, പിന്നെ പേരക്കുണ്ട്, ചാമ്പക്കുണ്ട്. എന്താ ചാമ്പ? ആപ്പിൾ ചാമ്പല്ലേ? ആപ്പിൾ ചാമ്പുണ്ട്. ഓക്കെ, എത്ര തുറക്കാൻ പറ്റുള്ളൂ. വെറൈറ്റി ഫ്രൂട്ട്സ് ഉള്ള ഒരു ഗാർഡനാണ്. പരിചയപ്പെടുത്തി കൊടുക്കും. ഇതാണ് ഭാരതപ്പുഴ. അവിടെ നല്ല വ്യൂ ആയി കണ്ടോ. അവിടെ കാറൊക്കെ ഇങ്ങനെ കാണാൻ നല്ല എൻജോയബിൾ ആണ്. ആഗ്രഹം ഒന്ന് വർണ്ണിക്കും. സൂപ്പറാണ്. ഇത് പട്ടാമ്പിയാണ്. പട്ടാമ്പി പ്രോബ്രെയിൻസിലാണ് നമ്മൾ നിൽക്കുന്നത്. ട്യൂഷൻ സെന്റർ, പ്രോബ്രെയിൻസ് ട്യൂഷൻ സെന്ററിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഞങ്ങൾ അധികൃതമായി ഇങ്ങനെ വരാൻ. പിന്നെ മഴ പെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ വർത്താനം പ്രോബ്രെയിൻസിനെ പറ്റി പറയാം. അടിപൊളി ക്ലാസ് ആണ്. എല്ലാരും ക്ലാസ് കേട്ടിട്ട് അടിപൊളിയായിട്ട് വീഡിയോ വൈറലായി കഴിഞ്ഞാൽ ചിന്നുവിന് പ്രോബ്രെയിൻസിന് വക എന്തെങ്കിലും കൊടുക്കണ്ടായി. മസ്റ്റായിട്ട് വേണം. ഇപ്പൊ നിങ്ങളുടെ തീരത്താണ്. തീരം കേട്ടിട്ടില്ല? ഇത് ഭാരതപ്പുഴ. വാസുദേവൻ നായരുടെ നാടായ ജനറൽ നോളേജ് വേണം. ഇങ്ങനെ എടുത്താ അവിടെ പോത്തിനെ കാണുന്നുണ്ടോ? ഫിദയുടെ ഫ്രണ്ട്സ് ആണ്. പോത്ത് കണ്ട് കണ്ട്. നമുക്ക് ഇന്ന് ട്യൂഷന്റെ ഉള്ളിൽ പോയിട്ടുള്ളത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അത് അലൗഡ് അല്ല. അതെ, നമ്മൾ ഫോൺ ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ട് വേണം ട്യൂഷൻ ക്ലാസ്സിൽ കയറാൻ. അതുകൊണ്ട് എനിക്ക് അത്ര വീഡിയോസ് അതിൻ്റെ ഉള്ളിൽ എടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ ട്യൂഷൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നല്ലപോലെ എടുക്കാൻ പോവാണ്. അതെ, നമ്മൾ ഇന്ന് ഒരു പാനിപൂരി തിന്നാനുള്ള ക്ലീൻനെസ്സിനെ പറ്റി പറയണ്ട. ഞങ്ങളിന്ന് ട്യൂഷന് കറങ്ങാൻ പോവാണ്. അതാണ് ഞങ്ങളെ ഇന്നത്തെ വ്ളോഗ്. എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇങ്ങനെ ക്യാമറ കാണിച്ചപ്പോഴേക്കും എല്ലാവരും തിരിഞ്ഞു. ഇത്ര നല്ല കോച്ചിങ് ആയിരുന്നു. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഇവിടെ നോക്കി. അതെ, ഈ യൂട്യൂബ് വീഡിയോ ഫുൾ സ്ക്രിപ്റ്റഡാ. ഒന്നും പോലും നാച്ചുറൽ ആക്ടിങ് ഓൺലി. അതെ, ആർദ്രൊക്കെ നാച്ചുറൽ. അതെ, സഫ് പിന്നെ ഭയങ്കര ക്യൂട്ട്. മിന്നു കണ്ടോ? മിന്നു ക്യാമറ നോക്കില്ല, പേടിയാ. ജേർണി തുടങ്ങാം. അത് വേഗം ആയ സമയമില്ല. ട്യൂഷൻ വിട്ടിട്ട് 1/2 മണിക്കൂറായി. അപ്പോ പാനിപൂരി തിന്നാൻ പോയിട്ട് ആകെ മഴ പെയ്ത് പാനിപൂരി കട ഉണ്ടാവുമെന്ന് വരെ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല. മഴ പെയ്തിട്ട് ഒലിച്ചു പോയി കിടന്നു. അപ്പൊ നമുക്ക് പോയിട്ട് കണ്ടറിയാം. സ്റ്റാൻഡാണ് ഇവിടെ. ബസ് എടുത്താവും. അപ്പൊ നമ്മള് മഴ ചതിച്ചു. അതെ,
ഒരു ഫേക്ക് ഒരു കളർ തീം പറഞ്ഞിട്ട് ഒരു പിങ്ക് പറഞ്ഞിട്ട് വന്നിക്ക പൂക്കി ടീംസ്. നിങ്ങള് പൂക്കി ടീംസ്. അപ്പൊ എന്താ ഉണ്ടായി, എന്താ ഇവിടെ ഉണ്ടായി, എന്താ ഇവിടെ സംഭവിച്ചാർദ്രെ? നിമിഷങ്ങൾക്കുള്ളിൽ പാനിപൂരി കടക്ക് എത്തും. അവിടെ കട ഉണ്ടോന്ന് അറിയില്ല. സന്തോഷ വാർത്ത, പാനിപൂരി കട ഇല്ല. അരോമ ഹേർട്ട് ബ്രോക്കൺ ആണ്. പാനിപൂരി കട ഇല്ല. ഇതിലൊന്നും തളരൂല. ഞങ്ങൾക്ക് മുട്ട ബജി പഴംപൊരി എന്തായി കട എസ്തറ്റിക് ആയിട്ട് അടച്ചു കിടക്കുക. എന്താ ചെയ്യും? അടുത്ത കട നോക്കാം. നടക്കി എന്താ ചെയ്യാ? നമ്മള് ഇനി ഒന്നില്ലെങ്കിൽ പഴംപൊരി അങ്ങനത്തെ ഐറ്റംസിന് പോകും, അല്ലെങ്കിൽ മുട്ടപ്പത്തിലായിരുന്നു. അപ്പോൾ കടയിൽ കാണാം. പട്ടാമ്പില്ല സ്വീറ്റ് സിറ്റിയിലാണ് കയറാൻ പോണത്. ഉള്ളിൽ കാണാം. ഞങ്ങള് എന്തെങ്കിലും തിന്നാൻ കയറാണ്. പിന്നെ എന്തേലും പറഞ്ഞ ഹൈ ഗൈസ്, ഞാൻ ഉണ്ടല്ലോ. ഏഴ് മുട്ട പപ്സും ഒരു രാവിലെ ക്യൂട്ട്നെസ് ഉണ്ട്. ഈ പപ്സ് എങ്ങനെ വൃത്തിക്ക് കഴിക്കാന്ന് ആർക്കും പപ്സ് വൃത്തിക്ക് കഴിക്കാൻ കഴിക്കും. എല്ലാരും സജഷൻ ആണ്. നല്ല അടിപൊളി പപ്സ് ആണ്. അല്ല ഇന്റെ യൂട്യൂബ് ചാനലേ സബ്സ്ക്രൈബ് ചെയ്യാനാ. കണ്ടക്ടർ നല്ലൊരാളായുണ്ട്. ഞങ്ങൾക്ക് ഫോണ് തന്നു. അപ്പൊ ഇന്നത്തെ വ്ളോഗ് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് വീട്ടിൽ പോവാണ്. ബസ്സിൽ നല്ല തിരക്കായി. പക്ഷെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. ഞങ്ങൾ ബാക്കിൽ ഫസ്റ്റ് കയറിയിരുന്നു. കാറ്റ് മഴയൊക്കെ ആയിട്ട് നല്ല കാലാവസ്ഥ. അതെ, നല്ല സുഖം. ഇരിക്കാനൊക്കെ നല്ല സുഖം. ഇതാണ് ഞങ്ങളെ കണ്ടക്ടർ. അതെ, പ്ലേസ് അടിപൊളിയല്ലേ? പാലക്കാട് ജില്ല. ഒരു ഹായ് പറയോ? നമ്മുടെ സ്വന്തം പട്ടാമ്പി. ഇത് നമ്മുടെ സ്വന്തം പട്ടാമ്പി. അതെ, സഫ വീട് പറയുകയാണ്. ബൈ സഫ. അതെ, പൂക്കി സഫ. ഇപ്പൊ മുറുതലെത്തി. അടുത്ത സ്റ്റോപ്പില് നമ്മളുടെ ഫിദ ഇറങ്ങും. ഇവരൊക്കെ ഇറങ്ങും. ഫിദ അഹമ്മദ് ഇറങ്ങും. ഷാമിനി ഇറങ്ങും. പ്രകൃതി ആസ്വദിക്കാത്ത ചില ബസ്സിലെ പാട്ടുകൾ വെക്കുക. നമ്മുടെ ടൈപ്പ് പാട്ടല്ലേ ഇവര് വെക്കുക. ഒരു ദിവസം മാത്രമേ കുറച്ചെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള പാട്ടുണ്ട് ദർശനം. ബാക്കിയൊക്കെ ഉള്ള പാട്ടാ. അത് ബൈ ബൈ ഗൈസ്. നമ്മള് കൊടിക്കുന്നെത്തി. നമ്മൾ ബസ് ഇറങ്ങി. അപ്പോൾ വ്ളോഗൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഓക്കെ, ബൈ.